രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നിരവധി പേർക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുമുണ്ട്. കൂടാതെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നിരവധി പദ്ധതികളാണ് ഉള്ളത്. മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് നിക്ഷേപങ്ങൾക്ക് കൂടിയ പലിശ ലഭിക്കുന്നു. ഈ പദ്ധതികളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അവ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. എല്ലാവർക്കും വീട് എന്ന വാഗ്ദാനത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഈ പദ്ധതി വഴി വീട് വെക്കുന്നതിന് 4 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. ഈ പദ്ധതി ധാരാളം ആളുകൾക്കാണ് പ്രയോജനപ്പെടുന്നത്. പുതിയ രൂപത്തിൽ അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും വെള്ളം, ശുചിത്വം, വൈദ്യുതി എന്നിവ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഉറപ്പുള്ള വീടുകൾ 2 ഘട്ടങ്ങളിലായി നൽകാൻ ഈ പദ്ധതി ശ്രമിക്കുന്നുണ്ട്. 2 കോടി അധിക വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി 2029 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. ഈ പദ്ധതി ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് സ്കീമുമായി സഹകരിച്ചുകൊണ്ട് 4 ലക്ഷം രൂപ വരെ കിട്ടുന്ന രീതിയിലാണ് ഈ പദ്ധതി ഉള്ളത്. വിവിധ മേഖലയിൽ ഇതിന്റെ അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കില്ല. തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അർഹതയുള്ള എല്ലാ കുടുംബങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവർക്കും ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. കൂടാതെ സ്വച്ഛ് ഭാരത് മിഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതി വഴി ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് ഓരോ ഗുണഭോക്താവിനും 12,000 രൂപ വരെ സഹായവും ലഭിക്കും. PM ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് കുറഞ്ഞത് 25 ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും അംഗീകൃത ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 70,000 രൂപ വരെ ഭവന വായ്പ എടുക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ചതോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ കുറച്ചു തുടങ്ങി. വിവിധ കാലയളവിലുള്ള നിരക്കുകളാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ ആണ് പുതിയ പലിശ നിരക്ക് വരിക. കൂടുതൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് അറിയിപ്പുകൾ. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് തുടർച്ചയായ 2ാം തവണയും കുറച്ചപ്പോഴാണ് SBI പലിശ നിരക്ക് കുറച്ചത്. ഒരാഴ്ച മുതൽ 10 വർഷം വരെ കാലാവധി വരുന്ന നിക്ഷേപങ്ങൾക്ക് SBI 3.50% മുതൽ 6.9% വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം മുതിർന്ന പൗരന്മാർക്ക് 4% മുതൽ 7.50% വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നു. 1 വർഷം മുതൽ 2 വർഷത്തിൽ താഴെ വരെയുള്ള കാലാവധിയുള്ള FDകളുടെ പലിശ 6.80% നിന്നും 6.70% കുറച്ചിട്ടുണ്ട്. കൂടാതെ 2 വർഷം മുതൽ 3 വർഷത്തിൽ താഴെ കാലാവധിയുള്ള FDയിൽ പലിശ 7% നിന്നും 6.90% വരെ കുറച്ചു. മുതിർന്ന പൗരന്മാർക്ക് 1 വർഷം മുതൽ 2 വർഷത്തിൽ താഴെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 7.30% നിന്നും 7.20% കുറച്ചിട്ടുണ്ട്. 2 വർഷം മുതൽ 3 വർഷത്തിൽ താഴെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ 7.50% നിന്നും 7.40% കുറച്ചു. കൂടാതെ SBI വിവിധ തരം ATM ഇടപാട് ചാർജുകളും സൗജന്യ ഉപയോഗ പരിധിയും മാറ്റിയിട്ടുണ്ട്. എല്ലാ ഉപഭോക്താക്കൾക്കും പ്രതിമാസ ബാലൻസ് അല്ലെങ്കിൽ സ്ഥലം പരിഗണിക്കാതെ SBI ATMൽ നിന്നും 5 സൗജന്യ ഇടപാടുകൾ ചെയ്യാൻ സാധിക്കും. 25,000 രൂപ മുതൽ 50,000 രൂപ വരെ ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് മറ്റ് ബാങ്ക് ATMൽ നിന്നും പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ ചെയ്യാവുന്നതാണ്. 1 ലക്ഷത്തിനു മുകളിൽ പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്നവർക്ക് SBIയിലും മറ്റ് ബാങ്കുകളിലും പരിധി ഇല്ലാതെ തന്നെ സൗജന്യ ഇടപാടുകൾ തടസ്സമില്ലാതെ നടത്താൻ സാധിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു. ഇത് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. ബാങ്കിന്റെ EBLR നിലവിൽ 8.90% ഇത് 8.65% കുറച്ചിട്ടുള്ളത്. RBI റിപ്പോ നിരക്ക് കുറച്ചതോടെ രാജ്യത്തെ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചു. കൂടാതെ വായ്പകളുടെയും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത്. രാജ്യത്തുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ പരിഗണിക്കുന്ന നിക്ഷേപ
പദ്ധതികളാണ് ഉള്ളത്. ബാങ്ക് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് മികച്ച പലിശയും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ. RD എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റിക്കറിംഗ് നിക്ഷേപങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിച്ച് മികച്ച കോർപ്പസ് സൃഷ്ടിക്കാൻ നിക്ഷേപരെ അനുവദിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം 100 രൂപ മുതൽ റിക്കറിംഗ് നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ 5 വർഷമാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപങ്ങളുടെ കാലാവധി. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപങ്ങളിലെ പരമാവധി നിക്ഷേപത്തിന് പരിധികളില്ല. നിലവിൽ നിക്ഷേപകർക്ക് 6.7% വരെ പലിശയും പോസ്റ്റ് ഓഫീസ് RD നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറ്റു ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തെക്കാൾ മികച്ച പലിശയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചെറിയ തുക നീക്കിവെക്കുന്നതിലൂടെ മികച്ച സമ്പാദ്യശീലം സൃഷ്ടിക്കാൻ സഹായിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് RD സ്കീം ഉപഭോക്താക്കൾക്ക് കോമ്പൗണ്ടിംഗ് പലിശ ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നു. ഇതിലൂടെ പലിശയ്ക്ക് മുകളിലുള്ള പലിശയാണ് ലഭിക്കുക. പോസ്റ്റ് ഓഫീസിലൂടെ വായ്പ എടുക്കാനും സാധിക്കും. അതിനായി വായ്പ ലഭിക്കാനും പോസ്റ്റ് ഓഫീസ് RD സ്കീമിന് സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ തുണ ഉള്ളതിനാൽ രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപ മാർഗമാണ് ഇത്. പോസ്റ്റ് ഓഫീസ് RD 5 വർഷമാണ് കാലാവധിയെങ്കിലും 5 വർഷത്തേക്ക് കൂടി ഇത് നീട്ടാൻ സാധിക്കും. ഉപഭോക്താക്കൾക്ക് അത്യാവശ്യമെങ്കിൽ 3 വർഷത്തിനു ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടിന്റെ പലിശയും ലഭിക്കും. മികച്ച പലിശ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചാൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്ക് സാമ്പത്തിക സഹായവും കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ പദ്ധതിയെ പറ്റി ഏവർക്കും അറിയുന്നതായിരിക്കും. കൂടാതെ രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM കിസാൻ മാൻധൻ യോജന. രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെ വാർദ്ധക്യത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിൽ നിക്ഷേപം ചെയ്യുന്നത് വഴി 60 വയസ്സിനു ശേഷം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ വീതം ലഭിക്കും. രാജ്യത്തുള്ള പല കർഷകരും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജനയ്ക്ക് കീഴിൽ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപ തുക തീരുമാനിക്കപ്പെടുന്നത്. 18 വയസ്സിൽ ഈ പദ്ധതിയുടെ ഭാഗമായാൽ എല്ലാ മാസവും 55 രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതി. 60 വയസ്സുവരെ ഈ നിക്ഷേപം തുടരേണ്ടതുണ്ട്. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ വീതം പെൻഷനായി ലഭിക്കും. അപേക്ഷിക്കാൻ വൈകും തോറും നിക്ഷേപ തുക കൂടാൻ കാരണമാകും. 3000 രൂപ പെൻഷനായി ലഭിക്കുന്നതിന് വേണ്ടി പ്രായത്തിന് അനുസരിച്ചാകും നിക്ഷേപ തുക ക്രമീകരിക്കുക. രാജ്യത്തുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുക. പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർക്ക് 2 ഹെക്ടറോ അതിൽ കുറവോ കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരിക്കണം. 2 ഹെക്ടറിൽ കൂടുതൽ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. സർക്കാർ ജോലിയുള്ള കർഷകർക്കും ഈ പദ്ധതിയുടെ അംഗമാകാൻ സാധിക്കില്ല. കൂടാതെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ തുടങ്ങിയവ ആവശ്യമാണ്. ഇവയെല്ലാം ഉണ്ടെങ്കിൽ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ധാരാളം പദ്ധതികളാണ് ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലൂടെ കൂടുതൽ പലിശയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളിൽ ഒന്നാണ് PPF. വർഷത്തിലൊരിക്കൽ നിക്ഷേപം നടത്താനാവുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് PPF. ഇതിനെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നും അറിയപ്പെടുന്നു. ഈ സ്കീമിൽ പരമാവധി ഒരു വർഷം 1.5 ലക്ഷം വരെ നിക്ഷേപിക്കാൻ സാധിക്കും. 15 വർഷത്തെ കാലാവധിയിൽ ഉപഭോക്താവിന് നല്ലൊരു തുക സമ്പാദിക്കാൻ സാധിക്കും. കൂടുതൽ സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാലാവധി നീട്ടാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപത്തിന് സമാനമായ നിക്ഷേപ പദ്ധതിയാണിത്. 5 വർഷം വരെയാണ് ഈ നിക്ഷേപത്തിന്റെ കാലാവധി. ഇതിൽ തന്നെ 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നീ കാലാവധിക്ക് വ്യത്യസ്ത പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 5 വർഷത്തെ കാലാവധിയിൽ നിക്ഷേപിക്കാവുന്ന സമ്പാദ്യ പദ്ധതിയാണിത്. ഈ സ്കീമിൽ ഏറ്റവും കുറഞ്ഞ 1000 രൂപ വരെ നിക്ഷേപിക്കാം. എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധികളില്ല. കൂടാതെ ഉപഭോക്താവ്
ഗുണഭോക്താവിന് നിക്ഷേപത്തിന് നികുതി ആനുകൂല്യങ്ങളും ഉറപ്പാക്കാം. അടുത്ത പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര. നിക്ഷേപത്തിലൂടെ ഇരട്ടി ലാഭം സൃഷ്ടിക്കാവുന്ന നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണിത്. കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സിംഗിൾ അക്കൗണ്ടായും ജോയിന്റ് അക്കൗണ്ടായും ഇതിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കായി നിക്ഷേപിക്കാനാവുന്ന സ്കീമാണിത്. പെൺകുട്ടിക്ക് 10 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. 21 വർഷമാണ് സുകന്യ സമൃദ്ധി യോജനയുടെ കാലാവധി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ കൂടുതൽ പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസുകൾ 6.9% മുതൽ 7.1% വരെ FD പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ബാങ്കുകൾ സാധാരണ നിക്ഷേപങ്ങൾക്ക് 3% മുതൽ 8.5% വരെയാണ് പലിശ നൽകുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സാധാരണ നിക്ഷേപകരെ അപേക്ഷിച്ച് അധിക പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രാജ്യത്തെ യുവാക്കൾക്കു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM ഇന്റേൺഷിപ്പ് സ്കീം. ഇതിലേക്കുള്ള അപേക്ഷ സമയപരിധി ഉയർത്തിയിട്ടുണ്ട്. PM ഇന്റേൺഷിപ്പ് സ്കീം 2025 അപേക്ഷ സമയപരിധി 2025 ഏപ്രിൽ 22 വരെയായി നീട്ടി. ആദ്യം ഇത് മാർച്ച് 31 വരെ ആയിരുന്നു. പിന്നീട് 2025 ഏപ്രിൽ 15 വരെ നീട്ടിയിരുന്നു. യുവാക്കൾക്ക് പ്രൊഫഷണൽ തൊഴിൽ അന്തരീക്ഷങ്ങളുമായി പ്രായോഗിക പരിചയം നൽകുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളെ ഇന്ത്യയിലെ മികച്ച 500 കമ്പനികളിൽ നിയമിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ കരിയർ സാധ്യതകൾ വർദ്ധിക്കാൻ കാരണമാകും. 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാന്തര ബിരുദം, ബിരുദ കോഴ്സുകളുടെ അവസാന വർഷം വിദ്യാർത്ഥികളായിരിക്കണം. മികച്ച അക്കാദമിക് റെക്കോർഡുകളുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ആശയവിനിമയം, ഗവേഷണം, വിശകലന കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇന്റേൺഷിപ്പ് കാലയളവിൽ ഉദ്യോഗാർത്ഥികളുടെ ചെലവുകൾ വഹിക്കുന്നതിനായി സ്റ്റൈഫൻഡും ലഭിക്കും. ഇന്റേൺഷിപ്പ് കാലയളവിൽ ഓരോ ഉദ്യോഗാർത്ഥിക്കും 5000 രൂപയാണ് സ്റ്റൈഫൻഡായി ലഭിക്കുക. ഇതിലേക്കുള്ള അപേക്ഷ നൽകുന്നതിനായി ഔദ്യോഗിക PM ഇന്റേൺഷിപ്പ് സ്കീം പോർട്ടലിലേക്ക് അപേക്ഷിച്ചാൽ മതി. PM ഇന്റേൺഷിപ്പ് സ്കീം 2025 അപേക്ഷാ സമയപരിധി ഏപ്രിൽ 22 വരെയാണ്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായി ഒരു നിക്ഷേപം നടത്താൻ സാധിക്കുന്ന മാർഗമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഇത് ലഭ്യമാകുന്നത്. മറ്റ് നിക്ഷേപ പദ്ധതികളെക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ പദ്ധതി പ്രകാരം നിലവിൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലഭിച്ച് 1 മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തണം. ജോലിക്കിടെ മരണമടഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ജീവിത പങ്കാളിക്കും പദ്ധതിയിൽ നിക്ഷേപിക്കാൻ പുതിയ നിയമങ്ങൾ അനുമതി നൽകുന്നു. മരിച്ച സർക്കാർ ജീവനക്കാരന് 50 വയസ്സ് തികഞ്ഞതാണെങ്കിൽ ഇത് അനുവദിക്കുന്നതാണ്. വിരമിക്കൽ ആനുകൂല്യത്തിനോ മരണ നഷ്ടപരിഹാരത്തിനോ അർഹതയുള്ള എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. നിക്ഷേപത്തിന്റെ 1 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ നിക്ഷേപത്തിന്റെ 1% തടഞ്ഞു വയ്ക്കും. 1 വർഷം കഴിയുന്നതിന് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ മുഴുവൻ തുകയും അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കുന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വിരമിക്കലിന് ശേഷം സ്ഥിരമായ വരുമാനം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് ഇത് വളരെ സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ ഒരു പോസ്റ്റ് ഓഫീസ് ശാഖയിലോ അംഗീകൃത ബാങ്കിലോ സമീപിച്ചാൽ മതി. ഈ നിക്ഷേപത്തിന് 8.2% പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ സ്കീമിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. 5 വർഷത്തെ കാലാവധിയാണ് ഈ നിക്ഷേപ പദ്ധതിക്ക് ഉള്ളത്. ഇത് 3 വർഷത്തേക്ക് കൂട്ടാനും സാധിക്കും. മുതിർന്ന പൗരന്മാർക്ക് വളരെ അനുയോജ്യമായ പദ്ധതിയാണിത്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗം കൂടിയാണിത്.